ദേവി ഒന്ന് കാണണം. 2 ദിവസത്തേക്ക് എന്നെ ഒന്ന് പറഞ്ഞുവിട്. ഞാൻ എല്ലാരും കണ്ട് തിരിച്ചു വന്നോളാം. 2 ദിവസത്തേക്കല്ല, 2 നിമിഷത്തേക്ക് പോലും ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അപകടവാ. ഋഷിയെ കുറിച്ച് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ മതിയായിരുന്നു. അത് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഇനി അവനെന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാണോ? എന്ന് വെച്ചാ മരണപ്പെട്ട് കാണുമോന്ന്. എന്നടാ നിനക്കൊട്ടും വിശപ്പില്ലേടാ? എടുത്ത് തിന്നടാ. എന്ത് വാങ്ങി തന്നാലും നീ കഴിക്കുന്നില്ലല്ലോ. ഇങ്ങനെ ആയാ ശരിയാവില്ല. ഇതെടുത്ത് തിന്നില്ലെങ്കിൽ നിന്നെ തല്ലി തിരിപ്പിക്കും, കേട്ടോടാ. എത്ര ദിവസമായിടാ എന്നോട് കെട്ടിയിട്ടിരിക്കുന്നേ? ഒന്ന് അഴിച്ചു വിടാ. ഒച്ചപ്പാട് വെച്ച് കഴിഞ്ഞാ ചവിട്ടി നിന്റെ എല്ലൊടിക്കും, മനസ്സിലായടാ? നിനക്കൊക്കെ എന്താണ് വേണ്ടത്? എന്തിനാ എന്നെ ഇവിടെ കൊണ്ട് നിട്ടിരിക്കുന്നേ? അതൊക്കെ പറയേണ്ട ആൾക്കാർ വന്ന് പറയേണ്ട സമയത്ത് പറഞ്ഞോളും. ആരാടാ നിന്റെയൊക്കെ പിന്നില്? മിണ്ടിപ്പോരുത്. എണീക്കടാ. എടുത്ത് കഴിക്കടാ. നീ നല്ല ആരോഗ്യത്തോടെ ഇരുന്നാലേ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കൂ. എന്റെ പണി കളയാതെ എടുത്ത് കഴുകി. രക്ഷപ്പെടില്ല. നീ രക്ഷപ്പെട്ട് കളയാന്ന് വെച്ചു അല്ലടാ? നീയൊക്കെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഞാൻ ആരാണെന്ന് മനസ്സിലായ ഋഷിക്ക്? എടാ, ഞാനാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഐ എം പ്രകാശ്, പ്രകാശ് മേനോൻ. ഇവിടുന്ന് നീ പോവല്ലേ? കൊണ്ടുപോയി പൂട്ടിറ ഇവനെ. വിടാൻ തുറക്കടാ.
തുറക്കാൻ തിരിച്ചു വന്നോടാ. ഇങ്ങോട്ട് ഓടാ. നീ എന്നെ തല്ലാറായല്ലോടാ. നീ രക്ഷപ്പെട്ട് പോവില്ലടാ. നിന്നെ പിടിച്ച് കെട്ടടാ അവനെ. ഉണ്ടാതിരിക്കടാ. അടങ്ങടാ. ഹലോ പ്രഭാവതി. രാധിക തിരക്കിലാണോ? അല്ല പ്രഭാവതി, എന്താ കാര്യം പറയൂ. നന്ദന്റെ കാര്യത്തിൽ ഒരു സമാധാനമില്ലാതെയാ ഞാനിപ്പോ രാധികയെ വിളിച്ചത്. ആകെ ഒരു വെപ്രാളം. ഞങ്ങളും അതേ അവസ്ഥയിലാ. ഈശ്വര, നന്ദനിതെന്താ പറ്റിയത്? അത് തന്നെയാ കുറെ ദിവസങ്ങളായി ഞാനിവിടെ സിദ്ധുവിനോടും ദേവികയോടും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സിദ്ധു വലിയ രാഷ്ട്രീയ നേതാവാ. ദേവിക നാട്ടിലെ പ്രധാനപ്പെട്ട MLA. അവര് വിചാരിച്ചിട്ടും ഒന്നും തെളിയുന്നില്ല. ഇന്ന് നാളെ മറ്റന്നാളെന്നും പറഞ്ഞ് ദിവസം നീളുന്നതല്ലാതെ നന്ദനെ കുറിച്ച് ഒരറിവും കിട്ടുന്നില്ല. ഞാനിപ്പോ രാധികയെ വിളിച്ചത് എന്താണെന്ന് വെച്ചാ, രാധിക എന്നെ ഒന്ന് സഹായിക്കണം. എന്താ പ്രഭാവതി? എനിക്കൊരു സംശയം. നന്ദനെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണം ദേവിക ആത്മാർത്ഥമായിട്ട് തന്നെയാണോ നടത്തുന്നതെന്നുള്ളത്. അതെന്താ പ്രഭാവതി അങ്ങനെ പറയുന്നത്? അല്ല, ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. സംശയങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്നതാ. സ്വന്തം ഭർത്താവല്ലേ, ഒരു MLA സ്വാധീനം വെച്ച് ഇതിനു മുൻപേ തന്നെ ആളിനെ കണ്ടെത്തായിരുന്നല്ലോ. അങ്ങനെ കണ്ടെത്താൻ പറ്റുമായിരുന്നെങ്കിൽ അവൾ ഉറപ്പായിട്ടും നന്ദനെ കണ്ടുപിടിക്കുമായിരുന്നു. പ്രഭാവതി ഒരിക്കലും ദേവികയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യരുത്. എന്റെ മകളായതുകൊണ്ട് പറയല്ല, ദേവിയെ പോലൊരു കുട്ടിയെ മരുമകളായിട്ടും ഭാര്യയായിട്ടും കിട്ടാൻ ഭാഗ്യം ചെയ്യണം. നന്ദൻ എന്ന് പറഞ്ഞ അവളുടെ ലോകമായിരുന്നു. ഭാര്യ എന്ന നിലയിൽ എത്ര വലിയ അപമാന ഒരവസരത്തിൽ അവൾക്കുണ്ടായത്. ഭർത്താവിനെ വേറൊരു പെണ്ണിനോടൊപ്പം ഹോട്ടൽ മുറിയിൽ കണ്ടു. എന്നിട്ടും നന്ദൻ ഇങ്ങനെ സംഭവിച്ചപ്പോ അവള് കഴിഞ്ഞതെല്ലാം മറന്ന് തിരിച്ചു വന്നില്ലേ? അതൊക്കെ ശരി തന്നെയാ രാധികെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ പഴയ ദേഷ്യം വെച്ചിട്ട് ദേവിക മനഃപൂർവ്വം അന്വേഷണം ഉഴപ്പുകയാണോ എന്നാ എന്റെ സംശയം. പ്രഭാവതി ദേവിയെ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാ ഇങ്ങനെ സംശയിക്കുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ, സംശയമല്ല, വിഷമം കൊണ്ട് ഓരോന്ന് തോന്നുന്നതാ. എന്തായാലും അതിന്റെ പേരിൽ നമുക്ക് തർക്കിക്കണ്ട. രാധിക ദേവികയോട് സംസാരിച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. മരുമകളുടെ അമ്മയായിട്ടല്ല, തുല്യ ദുഃഖം അനുഭവിക്കുന്ന കൂട്ടുകാരിയായിട്ടാണ് ഞാനിപ്പോ കാണുന്നത്. ദേവികയോട് രാധിക കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. ദേവികയുടെ മനസ്സിൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. പ്രഭാവതി, അക്കാര്യത്തിൽ പ്രഭാവതിക്ക് ഒരു സംശയവും വേണ്ട. എന്നാലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഒന്ന് ചോദിക്കണം. അമ്മയല്ലേ, മക്കളുടെ മനസ്സ് പെട്ടെന്നറിയാൻ പറ്റും. പ്ലീസ്, എന്റെ അപേക്ഷ പരിഗണിക്കണം.
ആ വെള്ളം തന്നെ. പിടിയടാ നന്ദ. എടാ ഞാൻ കണ്ടു. ആരെ കണ്ടുവന്നു? എടാ പ്രേതത്തെ, ആ ഋഷിയുടെ പ്രേതത്തെ. ആ എടാ നിന്റെ കൈ കൊണ്ട് മരിച്ച ആ ഋഷിയുടെ പ്രേതത്തെ ഞാൻ കണ്ടടാ. ഋഷിയുടെ പ്രേതത്തെ കണ്ടുവന്നോ? എവിടെ വെച്ച്? എടാ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി അപ്പുറത്തൊരു ടേണിംഗ് ഉണ്ട്, ഒരു കുറ്റിക്കാടൊക്കെ അവിടെ. എടാ അവിടെ ഒരാളിങ്ങനെ നിൽക്കുന്ന പോലെ തോന്നി. ഈ ഇരുട്ടിൽ ഈ കാട്ടിൽ ആരാ നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നു. ഇനി നിന്റെ ശത്രുക്കൾ എങ്ങാനും താവളം കണ്ടുപിടിച്ച് വന്നാണെന്ന് അറിയണല്ലോ. എടാ അടുത്ത് ചെന്നപ്പോ ആ രൂപം ഒന്ന് തിരിഞ്ഞു. ഞാൻ ഞെട്ടിപറിച്ചു പോയി. ആ ഋഷിയാ. എടാ ഞാൻ ഒറ്റ നോട്ടം നോക്കിയുള്ളൂ, എന്റെ കണ്ണിലാകെ ഇരുട്ട് കയറി. എടാ ഞാനൊന്ന് കണ്ണടച്ച് തെളിഞ്ഞപ്പോഴേക്കും ആളില്ല. അത് ഋഷിയാണെന്ന് ഉറപ്പാണോ? എടാ ഋഷിയല്ല, ഋഷിയുടെ പ്രേതം ഉറപ്പാ. എടാ അത് ഋഷിയുടെ പ്രേതം തന്നെയാ. ആ എന്താ നീ തല്ലിക്കൊന്ന് കുടിച്ചിട്ടില്ലേ? ആ ഋഷിയുടെ പ്രേതമാ. എന്റെ ദൈവമേ, ഈ ഭൂതം പ്രേതം എന്ന് പറയുന്നതിലൊന്നും ഒരു വിശ്വാസമില്ലാത്ത ആളായിരുന്നു ഞാൻ. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നവരില്ലേ, അവരൊക്കെ ഞാൻ തല്ലി കൊല്ലുമായിരുന്നു. നന്ദ, നമുക്ക് ഇങ്ങനെയൊക്കെ അനുഭവം വരുമ്പോഴല്ലേ നമ്മൾ ഏതിലും വിശ്വസിച്ചു പോകുന്നത്. എന്താ പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ട്. എടാ നന്ദ, ഇനി ഞാൻ എന്റെ ഒരു സംശയം കൂടി പറയട്ടെ. എന്താ? എടാ നിന്നെ തേടിയാടാ പ്രേതം നടക്കുന്നേ. ആ ദേ ദുർഭരണം സംഭവിച്ച ആത്മാക്കൾക്ക് അവർക്ക് പ്രധാനം പ്രതികാരമാ. ഈ ജീവിതം ഇല്ലാതാക്കിയവരെ അന്വേഷിച്ച് അവരലയൂടാ. എങ്ങനെയോ ഋഷിയുടെ പ്രേതത്തിന് അറിവ് കിട്ടി. എടാ നീ ഇവിടെ ഉണ്ടെന്ന്. ഏയ് അല്ല, അത് ഋഷിയുടെ പ്രേതമൊന്നുമല്ല. അത് ഋഷിയുടെ പ്രേതം അല്ലെങ്കിൽ പിന്നെ ഋഷിയാണോടാ? എടാ നീ അവനെ കൊന്നു കുഴിച്ചു മൂടിയതല്ലേ? എടാ അത് ഉറപ്പാണോ? അല്ലേ നന്ദ? അത് പിന്നെ മരിച്ച ആള് പിന്നെ വീണ്ടും ജീവിക്കില്ലല്ലോ. എടാ നന്ദ, അപ്പൊ അത് പ്രേതം തന്നെയാടാ. നന്ദ, നീ എന്താ ആലോചിക്കുന്നേ? പ്രകാശ് രൂപത്തെ വ്യക്തമായിട്ട് കണ്ടു എന്നാണോ പറയുന്നേ? എന്റെ നന്ദ, ഞാൻ കണ്ടു നന്ദ. ഇപ്പൊ നന്ദനെ കാണുന്ന പോലെ ഞാൻ വ്യക്തമായിട്ട് കണ്ടു. ആ അതിന് ഋഷിയാണെന്ന് പ്രകാശിന് എങ്ങനെ അറിയാം? എടാ എനിക്ക് ആ അരുന്ധതിയെ ഋഷിയൊക്കെ പണ്ടേ അറിയാം. പിന്നെ ഋഷിയുടെ മിസ്സിങ്ങിനെ കുറിച്ച് വാർത്തകൾ വന്നപ്പോ കോട്ടയം വീഡിയോ കണ്ടായിരുന്നല്ലോ. സത്യം നന്ദ, അത് ഋഷി തന്നെയാ. നന്ദ ജാഗ്രത വേണം. തനിക്ക് ഈ പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ അറിയാമെങ്കിൽ അതെപ്പോഴും ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കണം. എടാ എടാ നിന്റെ ചോര എടുക്കാൻ നടക്കുന്ന മറ്റ് ശത്രുക്കളെ പോലെ അല്ല പ്രേതാത്മാവ്. എടാ നിന്റെ ചോര മുഴുവൻ ഊറ്റി കുടിക്കുകയും ചെയ്യും. ആകാശവും ഭൂമിയും ഈ പൂട്ടിക്കിടക്കുന്ന വീടും ഈ ഗുണ്ടകളുടെ കാവലും ഒന്നും ആത്മാക്കൾക്ക് ഒരു പ്രശ്നമല്ലടാ.
അല്ലേ ഞാൻ പറയുന്ന കാര്യം കേട്ട് നിങ്ങൾ പേടിക്കരുത്. ദേ, ഇവനെ പിടികൂടാൻ ഒരു പ്രേതം എവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ദേ, രാത്രിയിൽ നന്ദന്റെ നിലവിളിയോ വെപ്രാളോ ഒക്കെ കേട്ട് കഴിഞ്ഞാ എടാ ഒന്ന് ഓടി എത്തിയേക്കണടാ. ശരി സാർ. ആ നീ കേട്ടോടാ. ഓക്കെ സാർ. നന്ദ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. പിന്നെ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും തോന്നിയാലോ, ഈ ഈ അനക്കോ ഒച്ചയൊക്കെ കേട്ടാലേ ദയവ് ചെയ്ത് നീ ഇവരെയൊക്കെ ഒന്ന് വിളിക്കണം. ഒന്നിലധികം ആൾക്കാർ വന്നാ പ്രേതം അവിടെ നിൽക്കില്ല, അത് ഉറപ്പാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ നന്ദ. സല്ലേ നോക്കിക്കോളണ്ടാ. മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ലല്ലേ ചേച്ചി? അതെങ്ങനെ നീ അറിഞ്ഞു? ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴേ ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് ഒരു സംശയം തോന്നി. പിന്നെ പ്രഭാന്റെ അമ്മയും വിളിച്ചിരുന്നു. അമ്മയെ വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു. അതു മുതൽ അമ്മയ്ക്ക് ദേഷ്യം വിഷമം ഒക്കെയാ. പ്രഭാവതിക്ക് സംശയം നീ മനഃപൂർവ്വം ഉഴപ്പുന്നതാണോന്നൊക്കെയാ. ഞാൻ നിന്നെ ന്യായീകരിച്ചു. പക്ഷേ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോ അവരെ കുറ്റം പറയാനും തോന്നുന്നില്ല. എന്നെ വിളിച്ച് കരയണമെങ്കിൽ അവരുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അമ്മയെ വിളിച്ച് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, നീ ഉഴപ്പുന്നു, നിനക്ക് താല്പര്യമില്ല, അതൊക്കെ തന്നെയാ. നന്ദനെ പ്രസവിച്ച സ്ത്രീയല്ലേ, ബാക്കിയുള്ളവരുടെ വേദന പോലെയല്ല പെറ്റമ്മയുടെ വേദന. പാവം, അവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു. നീ കുറച്ചുകൂടി ഉത്സാഹം കാണിക്കണം. അത് ശരി, ഞാനിപ്പോ ഉഴപ്പാണെന്നാണോ അമ്മയും പറയുന്നേ? ആണോ? എനിക്കൊന്നും തലയിൽ കയറുന്നില്ല. ഒരു നിമിഷം ഒന്ന് പ്രതീക്ഷിക്കും, അടുത്ത നിമിഷം അതങ്ങ് കയ്യിന്ന് പോവും. മോളെ, നീ ഒന്ന് ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റില്ലായിരുന്നോ? പ്രഭ ആന്റി വിളിച്ചതോടെ അമ്മയുടെ അച്ഛന്റെ മനസ്സ് മാറി. ചേച്ചി വിചാരിച്ചെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റില്ലായിരുന്നോ എന്ന്. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ചേച്ചി കാണില്ലായിരുന്നോ? പിന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്നതേ വേറൊരു ജോലി ഇല്ലാതെ അവിടെ ഇരിക്കുകയല്ല. മന്ത്രിമാർക്ക് കാണണമെങ്കിൽ തന്നെ പ്രയാസ, പിന്നെയാണ് MLA. ഇതാണെങ്കിൽ പറയേണ്ടത് കുടുംബകാര്യം. അതൊക്കെ നേര് തന്നെ. പക്ഷേ ഇങ്ങനെ സമാധാനപ്പെട്ടുകൊണ്ടിരുന്ന നന്ദന്റെ കാര്യത്തിലൊരു തീരുമാനമാവണ്ടേ? ഇന്ന് നാളെ എന്നും പറഞ്ഞ് എത്ര ദിവസമായി. നന്ദൻ എന്ത് പറ്റിയിട്ടുണ്ടെന്ന് പോലും ഒരാൾ പോലും ആലോചിക്കുന്നില്ല. ആരാലോചിക്കുന്നില്ല? അച്ഛനും അമ്മയും ആലോചിക്കുന്നില്ലായിരിക്കും, പക്ഷെ ഞാൻ ആലോചിക്കുന്നുണ്ട്. ആലോചിക്കുന്നുണ്ടെന്നല്ല, അത് മാത്രമേ ഉള്ളൂ ആലോചന. നീ ഞങ്ങളോട് ദേഷ്യം കാണിക്കുന്ന എന്തിനാ? പിന്നെ ഒന്നും അറിഞ്ഞുകൂടാന്നുള്ള രീതിയിൽ ഓരോന്ന് പറഞ്ഞ ദേഷ്യം വരില്ലേ? ഇനി ചന്ദ്രത്തെ അമ്മ പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അതെ, അങ്ങനെ തന്നെയാ, അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചോ. നന്ദുവിന്റെ കാര്യത്തിൽ ഞാൻ ഉഴപ്പുക, തീർന്നില്ല എല്ലാം.
ചേച്ചി എന്താ ഇത്? എട്ടും പൊട്ടും തിരിയാത്ത ഈ LKG പിള്ളേര് വിവരമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ചേച്ചി ഇതിനെ ഇന്റർനാഷണൽ പ്രശ്നമൊന്നും ആക്കരുതേ. ആര് പറഞ്ഞു വിവരമില്ലാന്ന്? വിവരം കൂടിപ്പോയി, അതിന്റെ കുഴപ്പം. ഞാൻ ആത്മാർത്ഥത കാണിക്കുന്നില്ലാന്ന്. എന്റെ വീട്ടിലെ ഒരാൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തി ഓരോന്ന് ചെയ്യേണ്ട കാര്യവും എനിക്കില്ല. ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടി മാത്രം. അമ്മ എന്നെ എന്തു വേണേലും പറഞ്ഞോ, തല തിരിഞ്ഞവളാ, വളവളാന്ന് സംസാരിക്കുന്നവളാ എന്നൊക്കെ. പക്ഷേ ചേച്ചിയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തത് ഒട്ടും ശരിയായില്ല. പോയി സോറി പറ. ചെല്ലേ. മോളെ, നിന്നെ വേദനിപ്പിക്കാനല്ല അമ്മ പറഞ്ഞത്. നന്ദനെ കാണാതെ അവന്റെ അമ്മ വിഷമിക്കുന്ന പോലെ തന്നെയാ എന്റെ മോളുടെ പ്രയാസങ്ങളിൽ ഞാനും സങ്കടപ്പെടുന്നത്. നിന്നെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോ അത് എന്റെ നെഞ്ചിലാ കൊള്ളുന്നത്. പോട്ടെ, അമ്മ നിന്നെ വേദനിപ്പിച്ചെങ്കിൽ നീ ക്ഷമിക്കേ. ആ, ക്ഷമിച്ചിരിക്കുന്നു.